ഹായ് ഫ്രണ്ട്സ്, കുങ് ഫൺ ഫിറ്റ്നസ് ഗൈഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഫെലിക്സ് സുഷി. അപ്പോൾ ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിന് മുമ്പുള്ള കുറച്ച് വാമപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് നെക്കിൽ നിന്ന് തന്നെ അത് സ്റ്റാർട്ട് ചെയ്യാം. സൈഡിലേക്ക് ഇതുപോലെ ഫുള്ളായിട്ടൊന്ന് ടേൺ ചെയ്യുക, അത് ഓപ്പോസിറ്റിലേക്ക്. ഇതുപോലെ ആദ്യത്തെ ഒരു സ്റ്റേജിൽ ഇതുപോലെ ഒന്ന് ചെയ്യാം. ഒന്ന് ഫ്രീ ആയി കഴിയുമ്പോൾ നിങ്ങളിത് കുറച്ചും കൂടി സ്പീഡ് കൂട്ടുക. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന പൊസിഷനിൽ നിന്ന് ഒരു ക്വിക്കായിട്ടുള്ള ടേൺ കിട്ടുന്ന രീതിയിൽ ട്രൈ ചെയ്യുക. അതുപോലെ അപ്പ് ആൻഡ് ഡൗൺസ് ഫസ്റ്റ് ടൈം സ്ലോവിൽ ചെയ്യുക. അതിനുശേഷം ഇത് അല്പം കൂടി ഫാസ്റ്റ് ആക്കുക. അതുപോലെ തന്നെ ഹെഡിനൊരു റൊട്ടേഷൻ കൊടുക്കുക. സ്ലോവിൽ ആദ്യം ചെയ്യുക, അതൊന്ന് ക്ലോക്ക് വൈസ് ആക്കുക. ഇനി ഇതൊരു അല്പം കൂടി ഫാസ്റ്റായിട്ട് ചെയ്ത് നോക്കാം. അത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ വൈഡായിട്ടല്ല, മാക്സിമം ഷോൾഡറിനോട് ചേർത്ത് തന്നെ, നമ്മൾ തോളിനോട് ചേർത്ത് തന്നെ വേണം റൊട്ടേറ്റ് ചെയ്യാണ്ട്. ഈ ഒരു ടൈപ്പിൽ ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്തൊരു ഷോൾഡറിന് കൂടെ ഒരു സ്ട്രെച്ച് കൂടി ഒന്ന് നോക്കാം. അതിന് കൈകൾ രണ്ട് ഇതുപോലെ ഒന്ന് സ്റ്റഡിയാക്കി പിടിക്കുക. ഇനി വലത് കൈ ഇതുപോലെ ഒരു സൈഡിലേക്ക് ഉണ്ട്, ഇവിടെ നിന്ന് ഒരു സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് തിരിക്കുക. ഇടത് കൈ ഇതിൻ്റെ താഴെ കൂടി, എൽബോൻ്റെ മുട്ടയുടെ താഴെ കൂടി ഇതുപോലെ ഒന്ന് ക്രോസ് ചെയ്ത് പിടിക്കുക. ഇനി ഇവിടെ ചെയ്യേണ്ടത്, നമ്മൾ ഇടത് കൈ ടൈറ്റ് ചെയ്തിട്ട് വലത് കൈയിനെ ഇതുപോലെ ഒന്ന് ഇങ്ങോട്ടൊന്ന് വലിച്ചൊന്ന് ടൈറ്റ് ചെയ്യുക. ഈ സൈഡിലേക്ക് ഒന്ന് വലിച്ചൊന്ന് ടൈറ്റ് ചെയ്യുക. ഈ ഒരു പാർട്ടിലേക്ക് സ്ട്രെച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം ഓപ്പോസിറ്റ് അടുത്ത കൈ എടുക്കുമ്പോൾ ഇതുപോലെ തന്നെ ഈ ഒരു സൈഡിലേക്കും ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കുക. സെയിം അതുപോലെ തന്നെ അടുത്തൊരു മൂവ്മെൻറ്റ് കൈകൾ രണ്ടൊന്ന് ഉയർത്തി പിടിക്കുക. വലത് കൈ വെച്ച് ഇടത് കൈയുടെ റിസ്റ്റിൽ ഇതുപോലെ ഒന്ന് പിടിക്കുക. എന്നിട്ട് സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് വലിച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഹെഡിൻ്റെ ബാക്ക് സൈഡിൽ കൂടിയാണ്, മുകളിലല്ല ബാക്ക് സൈഡിൽ കൂടി വരുന്ന രീതിയിൽ, ഇങ്ങനെ ഒന്ന് വരുന്ന രീതിയിൽ ഹെഡ് മുകളിലേക്ക് ആക്കിയിട്ട് കൈ ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്യും. അതുപോലെ തന്നെ സെയിം ഓപ്പോസിറ്റ് സൈഡിലേക്കും ഈ ഒരു മൂവ്മെൻറ്റ് ഒന്ന് വലിച്ച് ചെയ്യുക. അപ്പോൾ അടുത്തൊരു മൂവ്മെൻറ്റ് കൈ ഇതുപോലെ എൽബോ ഒന്ന് ഉയർത്തി പിടിക്കുക. അടുത്ത ഓപ്പോസിറ്റ് കൈ വെച്ച് ഈ കോർണർ ഇതുപോലെ ഒന്ന് കവർ ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്ന് മുകളിലേക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇതിലേക്കും പിടിക്കുക. ഇവിടെ നിന്ന് ഇതുപോലെ ഒന്ന് വലിച്ചൊന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കുക. അപ്പോൾ ഈ മൂന്ന് മൂവ്മെൻറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ ഇതുപോലെ ഒന്ന് സ്റ്റഡിയാക്കി പിടിക്കുക. ഇനി ഇവിടെ നിന്ന് ഇതുപോലെ ഒരു ചെറിയൊരു സർക്കിൾ ഇതുപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. ഓപ്പോസിറ്റ് ഒരു 10 നമ്പർ വീതം ചെയ്യാം, രണ്ട് സൈഡിലേക്കൊന്ന് ചെയ്യാം. ഓക്കെ. ഇനി അതിനുശേഷം നമ്മുടെ പാം ഇതുപോലെ റിസ്റ്റിലേക്കൊന്ന് ഇത് കൊടുക്കുക. കൈ സ്റ്റഡിയാക്കി പിടിക്കുക. ഇവിടെ ബെൻഡില്ലാതെ സ്റ്റഡിയാക്കി പിടിക്കുക. ഇപ്പോൾ വലത് കൈയാണ് ഇങ്ങനെ പിടിച്ചിരിക്കുന്നത്. ഇടത് കൈ നമ്മൾ കൈപ്പത്തി ഇതുപോലെ അടുത്ത കൈയിനോട് ചേർക്കുക. ഇനി ഇവിടെ നിന്ന് ഇതിന് ഉള്ളിലേക്ക് ഇതുപോലെ ടൈറ്റ് ചെയ്യുക. ഇങ്ങനെ ടൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എൽബോ ഇത് ബെൻഡ് ചെയ്യാതെ മാക്സിമം സ്റ്റഡി ആയിട്ട് തന്നെ പിടിക്കുക. ഒന്ന് ടൈറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് നേരെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങോട്ടും ടൈറ്റ് ചെയ്യുക. ഈ രണ്ട് സൈഡും ചെയ്യുക. അതുപോലെ അടുത്ത കൈയും ഔട്ട് സൈഡും ചെയ്യുക, ഇൻസൈഡും ചെയ്യുക. ഈ രണ്ട് മൂവ്മെൻറ്റ് കൂടി ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ നെക്ക് ചെയ്തു, ഷോൾഡർ ചെയ്തു, റിസ്റ്റ് ചെയ്തു, അതുപോലെ കൈയുടെ റൊട്ടേഷൻ ചെയ്തു. പിന്നെ അടുത്തായിട്ട് നമുക്ക് ചെസ്റ്റിലേക്ക് വരാം. ചെസ്റ്റിലേക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തുകൊണ്ടൊന്ന് സ്ട്രെച്ചിൻ്റെ മൂവ്മെൻറ്റ് ചെയ്യുക. കൈകൾ രണ്ട് ഇതുപോലെ ഒന്ന് സ്റ്റഡിയാക്കി പിടിക്കുക. ഇനി ഇവിടുന്ന് സൈഡിലേക്കുണ്ടോ ഇതുപോലെ മാക്സിമം കിട്ടുന്നത്രയും വൈഡാക്കിയിട്ട് ഇത്രയൊന്ന് ഓപ്പൺ ചെയ്യുക. തിരിച്ചു വരിക. ഇത് അല്പം വേഗത കൂട്ടി കൈ ഒരു തൽപ്പ് ടൈറ്റും കൂടി കൊടുത്തുകൊണ്ട് ഇതുപോലെ ഒരു ടൈറ്റ് കൂടി കൊടുത്തുകൊണ്ട്. അപ്പോൾ ഇതൊരു 20 നമ്പർ വീതം ചെയ്യാം. അത് നമുക്ക് ഇനി കോർ പൊസിഷനിലേക്ക് വരാം. ഇതിൻ്റെ സ്ട്രെച്ചിങ്ങും സ്ട്രെങ്തനിങ്ങും കൂടി നോക്കാം. ലെഗ് ഒരു അല്പം കൂടി ഒന്ന് വൈഡ് ചെയ്യുക. നമ്മൾ നോർമൽ പൊസിഷനിൽ നിന്ന് ഒരു അല്പം വൈഡ് ചെയ്ത് വെക്കുക. കൈ ഇതുപോലെ രണ്ട് സൈഡിൽ ഇതുപോലെ ചേർത്ത് വെക്കുക. ഇനി ഇവിടുന്ന് വശത്തേക്ക് കണ്ട ഈ ഒരു സൈഡിലേക്ക് ബെൻഡാണ് ചെയ്യുന്നത്. നമ്മൾ ബോഡി ഇങ്ങനെ ബെൻഡ് ചെയ്യണം. ബെൻഡ് ചെയ്യുന്ന സമയത്ത് ഈ കൈ നമ്മുടെ റൈറ്റ് ഹാൻഡ്, ഇപ്പോൾ റൈറ്റ് സൈഡിലേക്കാണ് ബെൻഡ് ചെയ്യുന്നത്. അപ്പോൾ റൈറ്റ് ഹാൻഡ് മാക്സിമം കിട്ടുന്നത്രയും താഴേക്ക് വരുന്ന രീതിയിൽ ലെഫ്റ്റ് ഹാൻഡ് ബോഡിയോട് ചേർത്ത്. ഇനി നമ്മുടെ ഹെഡും ഈ ഒരു സൈഡിലാക്കിട്ടുണ്ട്, ഇങ്ങനെ ഒരു ആംഗിളിൽ തന്നെ വരുന്ന രീതിയിൽ മാക്സിമം ഒന്ന് ടൈറ്റ് ചെയ്യുക. തിരിച്ച് വന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് നമ്മളെ ബോഡിയോട് ചേർത്ത് തന്നെ ഹെഡും കൂടി ബെൻഡായി വരുന്ന ഇതിൽ വീണ്ടും ഓപ്പോസിറ്റ് സൈഡിലേക്ക്.
നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. തിരിച്ചു വരിക. ഈ മൂവ്മെൻറ്റ് 10 തവണ വീതം ഇരുവശത്തേക്കും ചെയ്യാം. അടുത്തൊരു മൂവ്മെൻറ്റ് കൂടി ചെയ്യാം. കൈ ഇതുപോലെ ഒന്ന് സ്റ്റഡിയാക്കി പിടിക്കുക. ലെഗ് വൈഡ് ചെയ്ത് തന്നെ കൈ ഫ്രണ്ടിലേക്ക് സ്റ്റഡിയാക്കി പിടിക്കുക. ഇനി ഇവിടുന്ന് സൈഡിലേക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് ബോഡി ടേൺ ചെയ്യണം. ബോഡി ടേൺ ചെയ്യുമ്പോൾ നമ്മൾ ഒരു കൈ, നമ്മുടെ വലത് കൈ ഇതുപോലെ ബോഡിയോട് ചേർത്ത് വെക്കുക. ഇടത് കൈ സ്ട്രൈറ്റ് ആക്കി വെക്കുക. അടുത്തത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ടേൺ കൊടുക്കുക. നമ്മൾ കാലിൻ്റെ പൊസിഷൻ സ്റ്റഡി ആയിട്ട് തന്നെ വെക്കുക. നിങ്ങളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ പാദം തിരിഞ്ഞു പോകരുത്. പാദം സ്റ്റഡി ആയിട്ട് തന്നെ വെക്കുക. അപ്പർ ബോഡി മാത്രം, ഈ അരക്ക് മുകളിലേക്ക് മാത്രം നമ്മൾ ആ ഒരു ടേൺ കിട്ടും. നമ്മൾ ഈ കോർ പൊസിഷനിലേക്കാണ് ആ ഒരു ടേൺ കിട്ടുന്നത്. അപ്പം ഇങ്ങനെ തിരിഞ്ഞു പോയാൽ നമുക്ക് ആ ഒരു മൂവ്മെൻറ്റ് കിട്ടില്ല. അപ്പം കാല് സ്റ്റഡി ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. മൂവ്മെൻറ്റ് ഇവിടെ വരിക. ഇനി ഇവിടെ നിന്ന് അടുത്ത സൈഡിലേക്കുണ്ട്. ഇതുപോലെ കുറച്ച് ടൈറ്റ് കൊടുത്തുകൊണ്ട് ചെയ്യാം. ഇതും 20 തവണ വീതം ചെയ്യാം. അടുത്ത നമുക്ക് ഹിപ്പ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം. ഇതുപോലെ ഒരു സർക്കിളായിട്ടൊന്ന്. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാലിൻ്റെ പാദം ഇവിടെ നിന്ന് അനങ്ങി പോവാതെ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് കണ്ടോ, ഇങ്ങനെ ഒരു ഇളക്കം കാലിലേക്ക് വരാതെ കാല് നന്നായിട്ട് ഉറപ്പിച്ച് തന്നെ വെക്കുക. ഇവിടെ നന്നായിട്ട് ഫോക്കസ് ചെയ്ത് ടൈറ്റ് ചെയ്ത് വെക്കുക. ഇനി കണ്ടോ, ഈ ഒരു പാർട്ട് സെൻറ്റർ മാത്രമാണ് ഈ റൊട്ടേഷൻ വരുന്നത്. അത് ഓപ്പോസിറ്റ് സൈഡിലേക്കും ഈ ഒരു മൂവ്മെൻറ്റ് കൂടി ചെയ്യാം. അതിനുശേഷം നമുക്കൊരു ബെൻഡ് കൊടുക്കാം. ഫോർവേഡിലേക്ക് ഒരു ബെൻഡ് ചെയ്യാം. ലെഗ് ഒരു അല്പം ഒന്ന് വൈഡ് ചെയ്ത് വെക്കുക. കൈകൾ രണ്ടും ഇതുപോലെ നമ്മുടെ അരയുടെ ഇരുവശത്തായിട്ട് വെക്കുക. ഇനി ഇവിടെ നിന്ന് നമ്മൾ ഫ്രണ്ടിലേക്ക് ഇതുപോലെ മുന്നിലേക്ക് ബോഡി ഒന്ന് ബെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മളിതുപോലെ ചെസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മൾ നട്ടയിലേക്കുള്ളത്. നമ്മൾ ബെൻഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഇങ്ങനെ ബെൻഡ് വരരുത്. ഇങ്ങനെ ചെയ്യാതെ നടുവ് നിവർത്തിയിട്ട് മുകളിലേക്ക് താടി മുകളിലേക്ക് ഉയർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ നട്ടലിൽ ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടും. ഇതിങ്ങനെ പോകുമ്പോഴത്തേക്കും ഇവിടെ ബെൻഡ് വരും ഓട്ടോമാറ്റിക്കലി. അപ്പം ഇങ്ങനെ വരുന്ന രീതിയിൽ ഇവിടെ നിന്ന് വേണം ഈ ഒരു ബെൻഡ് വരാണ്ട്. മാക്സിമം ഒന്ന് ടൈറ്റ് ചെയ്യുക. നിങ്ങൾക്ക് കിട്ടുന്നത്രയും സ്ലോവിലി ഇവിടം വരെ ഇങ്ങനെ വരിക. അതിനുശേഷം ഒന്ന് അപ്പ് ചെയ്യുക. അപ്പ് ചെയ്തിട്ട് കയ്യിലേക്ക് ടൈറ്റ് ചെയ്യുക. നമ്മുടെ സീറ്റ് അരവശം ഒരല്പം മുന്നിലേക്കൊന്ന് പുഷ് ചെയ്യുക. എന്നിട്ട് നേരെ ബാക്കിലേക്ക് നിങ്ങൾക്ക് കിട്ടുന്ന അത്രയും ബെൻഡ് കേട്ടോ. ചെറിയൊരു ബെൻഡ് മതി. ഇത്രയും ബെൻഡ് ചിലപ്പം എല്ലാവർക്കും ഇങ്ങനെ ബെൻഡ് കിട്ടണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പൊസിഷനിൽ ഇത്രയും കിട്ടിയാൽ മതി. ഓരോ സ്ഥലം കിട്ടും തോറും നമുക്കിതിങ്ങനെ കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കും. വീണ്ടും തിരിച്ചിവിടെ വരിക. ഇവിടുന്ന് ഇങ്ങനെ ഒരു ബെൻഡ് കൊടുക്കുക. 10 തവണ ഇതൊരു മൂവ്മെൻറ്റ് ചെയ്യുക. അതിനുശേഷം ലെഗ് ഒരല്പം കൂടി വൈഡ് ചെയ്ത് വെക്കുക. കുറച്ചുകൂടി വൈഡ് ചെയ്ത് വെച്ചിട്ട് സെയിം ഇതേപോലെ തന്നെ കൈകൾ ഇങ്ങനെ പിടിക്കുക. ഇനി ഇവിടുന്ന് ബോഡി ഇങ്ങനെ ബെൻഡ് ചെയ്തുകൊണ്ട് വരിക. ഇവിടെ വരുന്ന സമയത്ത് മാക്സിമം നിങ്ങളുടെ താടി ഫ്ലോറിലേക്ക് ക്ലോസ് ആവുന്ന രീതിയിൽ, മാക്സിമം ക്ലോസ് ആവുന്ന രീതിയിൽ നിങ്ങൾക്ക് എന്താ പറയുക. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് കാല് ബെൻഡാവരുത്. മുട്ടുകാല് സ്റ്റഡി ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. ടോസ് കാണും പുറത്തേക്ക് പോവാതെ ഇത് ഉള്ളിലേക്ക് ഇങ്ങനെ വരുന്ന രീതിയിൽ ഈ ഒരു മൂവ്മെൻറ്റിൽ നിൽക്കുക. അതിനുശേഷം അത് കഴിഞ്ഞിട്ടുള്ളതാണ്. ഇതിങ്ങനെ ആദ്യം ചെയ്യുക. നിങ്ങൾ തിരിച്ചു പോയിട്ട് വീണ്ടും അടുത്ത തവണ ചെയ്യുന്ന സമയത്ത് കൈകൾ രണ്ടും ഇതുപോലെ കാലിലേക്ക് ഇതുപോലെ ഒന്ന് പിടിക്കുക. നിങ്ങൾ ഈ പാദത്തിലേക്കൊന്ന് പിടിക്കുക. എന്നിട്ട് പിടിച്ചുകൊണ്ട് ടൈറ്റ് ചെയ്തിട്ട് ഈ ഒരു പാർട്ട് ഫേസ് ഒന്ന് മാക്സിമം ഒന്ന് താഴ്ത്താൻ നോക്കുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കാലിൻ്റെ ഹാംസ്ട്രിങ് മസിലും കാഫ് ഈ ഭാഗത്തൊക്കെ നല്ല സ്ട്രെച്ചായിരിക്കും, നല്ല ടൈറ്റായിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ഈ മൂവ്മെൻറ്റ് ഇത് ചെയ്യുന്തോറും ഓരോ ദിവസം തോറും ചെയ്യുന്തോറും നമുക്ക് ഈ ഒരു സ്ട്രെച്ച് കുറച്ചും കൂടി ഗ്രൗണ്ട് ക്ലിയറൻസ് നമുക്ക് കുറച്ചുകൂടി കൂട്ടാൻ പറ്റും. തിരിച്ച് ഇവിടെ വരിക. 1 2 3 4 5 ഇതുപോലെ ഒന്ന് ഇത് കൊടുക്കുക. അതിനുശേഷം കൈ ഇതുപോലെ ഇരുവശത്തേക്ക് 2 കൈയും കൊണ്ടുവന്നിട്ട് ഒരു സൈഡിലേക്ക് കൊടുക്കുക. നിങ്ങളുടെ ഹെഡ് പിന്നെ ഈനോട് ചേരുന്ന രീതിയിൽ ഇവിടെ ഒന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കുക. റിലീസ് ചെയ്തിട്ട് ഓപ്പോസിറ്റ് അടുത്ത സൈഡിലേക്ക് ഇതുപോലെ പിടിക്കുക. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡിയുടെ ഈ പാർട്ടൊക്കെ ഫുള്ളായിട്ട് ഒരു സ്ട്രെച്ചായിട്ടായിരിക്കും. നല്ല ആ സ്ട്രെച്ച് നന്നായിട്ട് കിട്ടുന്നത് നമുക്ക് ഫീൽ ചെയ്യും. തിരിച്ചിവിടെ വന്നിട്ട് നിങ്ങളുടെ തല കൂടി ഈ കാലിലേക്ക് ടച്ച് ചെയ്യാൻ ശ്രമിക്കും. ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യുക. അതിനുശേഷം എന്താ ഈ കാല് ഇതുപോലെ ഒന്ന് തിരിച്ച് വെക്കുക. തിരിച്ച് വെച്ചിട്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് നമ്മൾ ഇതുപോലെ ഒന്ന് കുറക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു കൈ ഇതുപോലെ ഒന്ന് സപ്പോർട്ട് കൊടുക്കാം. നമുക്ക് സപ്പോർട്ട് കൊടുത്തിട്ട് എന്താ ഇതുപോലെ ഒന്ന് താഴേക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറയുന്ന രീതിയിൽ പ്രാക്ടീസ് ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ എടുക്കാം. ഇവിടുന്ന് ബോഡി ഇത് ചെയ്യുന്ന സമയത്ത് ബോഡി ഇങ്ങനെ പോവാതെ സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറക്കാം. തിരിച്ചത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് എടുക്കുമ്പോൾ പാദം തിരിച്ച് ഓപ്പോസിറ്റായിട്ട് വെക്കുക. ഇത് ഇവിടുന്ന് ഇതിലേക്ക് പ്രസ് ചെയ്യാം. താഴെ സ്ട്രെയിറ്റ് ആയിട്ട് ബോഡി ഇങ്ങനെ പ്രസ് ചെയ്യാം.
അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യാം. ഇതിൽ നിന്ന് തന്നെ വീണ്ടും ഒന്ന് റിവേഴ്സ് വരിക. ഇപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പുഷ് ചെയ്ത സ്ഥലത്തുനിന്ന് തിരിച്ചു വരിക. തിരിച്ചു വരുന്ന സമയത്ത് ഈ കാലിലേക്ക് നമ്മൾ ബോഡിയുടെ ഇങ്ങോട്ട് ഇതിലേക്ക് ഇരിക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് ഇരിക്കുന്ന സമയത്ത് ആദ്യമേ ഇതുപോലൊരു പ്രസ്. ഇപ്പം ഇത്രയും ഫുൾ ടൈം ഫുള്ളായിട്ട് ഇത്രയും താഴേക്ക് എല്ലാവർക്കും പെട്ടെന്ന് നമുക്ക് ആദ്യം ചെയ്യുമ്പോൾ കിട്ടില്ല. അപ്പം ആദ്യത്തെ മൂവ്മെൻറ്റ് ഇങ്ങനെ വന്നിട്ട് തിരിച്ച് ഈ കാലിൻ്റെ ടോ ഇങ്ങനെ ഉയർത്തി വെക്കുക. കൈ ഇതുപോലെ നീയിലേക്ക് സപ്പോർട്ട് കൊടുക്കുക. അടുത്ത കൈ ഇപ്പുറത്തെ നീയിലേക്ക് കൊടുക്കുക. ഇനി ഇവിടെ നിന്ന് ചെയ്യേണ്ടത് ഉണ്ടോ, ഈ നീയുടെ വശം താഴേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. പ്രസ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഈ ഹാംസ്ട്രിങ് മസിൽ ഈ ടൈസിൻ്റെ അടിവശത്ത്, അതുപോലെ കാഫ് ഈ ഭാഗം ടോട്ടലായിട്ട് സ്ട്രെച്ചായിട്ട് ഇരിക്കുന്നത്. ഇനി ഇവിടുന്ന് പതിയെ ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുക. ആദ്യം ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യുക. അതിനുശേഷം ഓപ്പോസിറ്റ് അടുത്ത കാല് ഇതുപോലെ ടോ എന്ന് ഉയർത്തുക. അപ്പോൾ ആ സമയത്ത് മുട്ടുകാല് നേരെയാക്കുക, കൈ ഇവിടെ പിടിക്കുക. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് പ്രസ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ മൂവ്മെൻറ്റായിട്ട് ഇത് ചെയ്യാം. ഇത് നമുക്ക് കുറച്ചും കൂടി കൂടിക്കാം. ഈ സ്ട്രെച്ച് കുറച്ചും കൂടി നിങ്ങൾ കുറച്ച് ദിവസം ചെയ്ത് ഫ്രീ ആയി കഴിയുമ്പോൾ ഇത് നമുക്ക് അല്പം കൂടി താഴ്ന്ന് കിട്ടും. കണ്ടോ, ഇതുപോലെ ഒന്ന് താഴ്ന്ന് സീറ്റ് പരമാവധി താഴ്ന്ന് ഈ ഒരു മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലോറിലേക്ക് കണ്ട ഫുള്ളായിട്ട് നമുക്കിവിടെ ഇരിക്കാൻ പറ്റും. അപ്പം ആദ്യമേ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെ വരുമ്പോഴത്തേക്കും ബോഡി ഇപ്പുറത്തേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം അതൊന്ന് ബാലൻസ് ചെയ്യുക. ഓരോ ദിവസം തോറും ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നതോറും ഇവിടുന്നുണ്ട് താഴേക്ക് നമ്മുടെ കയ്യിൽ തന്നെ ഒരു ബാലൻസ് വരുന്ന രീതിയിൽ അത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ഇവിടേക്ക് വരുന്ന സമയത്തും ഇതുപോലെ ഒന്ന് ഫ്രീ ആയിട്ടൊന്ന് ഇരിക്കുക. ഈ മൊമെൻ്റ് കൂടി ഫ്രീ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കിത് ഓരോ ദിവസം തോറും ഉണ്ടോ 1 2 3 4 ഇങ്ങനെ ഇത് താഴെ വന്ന് ഈ ഒരു പാട്ട് താഴെ ഒരു ടച്ചായിട്ട് ഇങ്ങനൊരു ടച്ചായിട്ട് തിരിച്ച് നമുക്ക് രസമായിരിക്കും. അപ്പോൾ ഈ ഒരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാനൊക്കെ അതുപോലെ കിക്സ് ചെയ്യാനും സ്പ്ലിറ്റ് ചെയ്യാനൊക്കെ വളരെ ഈസി ആയിരിക്കുള്ളൂ. കാരണം അതിനുള്ള ഒരു സ്ട്രെച്ചും കൂടി ഈ ഒരു മൂവ്മെൻറ്റിൽ നിന്ന് കിട്ടും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ നിന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.